വാട്സപ്പിൻ്റെ ബ്രോഡ്കാസ്റ്റിംഗ് ഫീച്ചർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം തന്നെ വാട്സപ്പിൻ്റെ API റിലീസാക്കിയ സമയത്ത് തന്നെ ഈ ഇത് ഓൾറെഡി ഒരു പ്ലാൻഡ് ആണ്. ബ്രോഡ്കാസ്റ്റിംഗ് എന്നുള്ളത് ആദ്യം ലിമിറ്റ് ചെയ്തു, പിന്നെ ഇത്ര നമ്പർ ഓഫ് ആൾക്കാരിലേക്ക് ആക്കി, അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പം വാട്സപ്പിൻ്റെ അകത്ത് ബ്രോഡ്കാസ്റ്റ് അയക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ അപ്പോൾ ഉള്ളത്. അത് വാട്സപ്പ് ബിസിനസ്സിൻ്റെ അകത്ത് നിന്ന് ഒട്ടും നിങ്ങൾക്ക് അയക്കാൻ പറ്റില്ല. അതിന് പകരം API യൂസ് ചെയ്യണം എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് പോസിബിൾ? അപ്പോൾ നേരത്തെ പറയുന്നത് വാട്സപ്പിൽ 3 ഇതാണുള്ളത്. API ഉണ്ട്, അതേപോലെ വാട്സപ്പ് ബിസിനസ് ഉണ്ട്, അതേപോലെ പേഴ്സണൽ വാട്സപ്പ് ഉണ്ട്. API ത്രൂ വാട്സപ്പ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഫീഷ്യലായിട്ട് മെറ്റയുടെ API വെച്ചിട്ടാണ് നമ്മൾ അയക്കുന്നത്. അത് ഈവൻ ദോ നിങ്ങളുടെ നമ്പർ കസ്റ്റമർ സേവ്ഡ് അല്ലെങ്കിലും അവർക്കത് റിസീവ് ആവും. മുന്നേ ഉണ്ടായിരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്പർ ഒരു കസ്റ്റമർ സേവ് ആക്കണം, എന്നാൽ മാത്രമേ ബ്രോഡ്കാസ്റ്റ് റിസീവ് ആവുള്ളൂ. പക്ഷേ ഒഫീഷ്യൽ API യൂസ് ചെയ്യുന്ന സമയത്ത് നേരെ അവർ എക്സ്പെൻസ് വരുന്നുണ്ട്. എക്സ്പെൻസ് വൈസ് പറയുകയാണെങ്കിൽ വാട്സപ്പിൻ്റെ APIന് ഓരോ കോസ്റ്റ് ഉണ്ട്. വാട്സപ്പ് 3 ടൈപ്പ് മെസ്സേജസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് യൂട്ടിലിറ്റി മെസ്സേജസ്, അതായത് ട്രാൻസാക്ഷൻ ഓറിയന്റായിട്ടുള്ള ഇൻവോയ്സ് അയക്കുന്നത്, പേയ്മെന്റ് റെസിപ്റ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂട്ടിലിറ്റി ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്ന പോലെ. എക്സാക്ട്ലി. രണ്ടാമതെന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിംഗ് എന്നത് പ്രൊമോഷൻസ്. ഇപ്പം വി ഹാവ് 50% ഓഫ് ടുഡേ എന്നൊക്കെ പറഞ്ഞ് അയക്കുന്ന മെസ്സേജസ് മാർക്കറ്റിംഗ് ആണ്. മൂന്നാമത്തെ ടൈപ്പ് ഓതന്റിക്കേഷൻ OTP ചെയ്യുന്നത് അത്. അപ്പം ട്രാൻസാക്ഷൻ മെസ്സേജിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 12 പൈസയൊക്കെയാണ്, 12-15 പൈസയുടെ ഇടയിലാണ് നോർമൽ കോസ്റ്റ് വരുന്നത് ട്രാൻസാക്ഷൻ മെസ്സേജ് യൂട്ടിലിറ്റിക്ക് വരുന്നത്. മാർക്കറ്റിങ്ങിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് ഓൾമോസ്റ്റ് 80 പൈസ 82 പൈസ അങ്ങനെ ഒരു ഫിഗറിലാണ് ഇത് വരുന്നത്. ഇത് കൺട്രി ടു കൺട്രി ഡിഫറെൻ്റ് ഉണ്ട്. ഇന്ത്യയിൽ നിന്ന് US അയക്കുകയാണെങ്കിൽ ഡിഫറെൻ്റ് ആണ്, US ടു US അയക്കുകയാണെങ്കിൽ ഡിഫറെൻ്റ് ആണ്. ലൈക്ക് പ്രൈസിങ് വാട്സപ്പിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റീജിയനിൽ ഡിഫറെൻ്റ് പ്രൈസിങ് വരുന്നത്. പിന്നെ സർവീസ് മെസ്സേജസ് എന്നൊരു സംഭവമുണ്ട്. അതായത് ഇത് ടെംപ്ലേറ്റ് ആണ്. അതായത് ഇപ്പം ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയാണെങ്കിലും നമ്മളൊരു ബിസിനസ് ഇനീഷ്യേറ്റ് മെസ്സേജ് അയക്കുകയാണെങ്കിലും ഒക്കെ ടെംപ്ലേറ്റ് ആണ് ഫസ്റ്റ് അയക്കേണ്ടത്. ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വാട്സപ്പ് അപ്രൂവ് ചെയ്തേക്കുന്ന ഒരു മെസ്സേജ് ഫോർമാറ്റ് അതാണ് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ മെസ്സേജ് അയക്കുന്നതിന് മുന്നേ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ആക്കിയിട്ട് ഫേസ്ബുക്കിന് സൈഡിൽ നിന്ന് അപ്രൂവൽ വന്നു കഴിഞ്ഞാൽ അത് അയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനകത്ത് നമുക്ക് പാരാമീറ്റേഴ്സ് ആഡ് ചെയ്യാം, ബട്ടൺസ് ആഡ് ചെയ്യാം, പിന്നെ ഇമേജ്, PDF, വോയിസ്, ഇതൊക്കെ ആഡ് ചെയ്യാം. അതായത് ആ ടെംപ്ലേറ്റിനകത്ത്. ഓക്കെ, അപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞതിന് ശേഷം ഈ ടെംപ്ലേറ്റ് നമുക്ക് കസ്റ്റമർക്ക് അയച്ചു വിചാരിക്കാം. അതായത് വി ഹാവ് എൻ ഓഫർ എന്ന് പറഞ്ഞ് അയച്ചതിന് ശേഷം അയാൾ ഒരു ബട്ടണിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത റിപ്ലൈ അയക്കുമല്ലോ സിസ്റ്റം. ആ റിപ്ലൈ അയക്കുന്നത് ടെക്സ്റ്റ് ആയിട്ടാണ് അയക്കുന്നതെങ്കിൽ, അതായത് സർവീസ് മെസ്സേജ് പോലെ അത് ഫ്രീ ആണ്. ഒരാൾ അത് നേരത്തെ നിങ്ങൾ പറഞ്ഞ കേസിൽ മെറ്റാഡ്സ് റൺ ചെയ്തിട്ട് ഒരാൾ ലീഡ് അയച്ച് വന്നു കഴിഞ്ഞാൽ തിരിച്ച് റിപ്ലൈ കൊടുത്ത് ടെക്സ്റ്റ് ആയിട്ടാണ് അയക്കുന്നതെങ്കിൽ അത് ഫ്രീ ആണ്. പക്ഷേ അഗെയിൻ അവിടെ നമ്മൾ ടെംപ്ലേറ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ വാട്സപ്പ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് അതും അഗെയിൻ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട്. ഓരോ ടെംപ്ലേറ്റിനും എമൗണ്ട് ഓരോ പിന്നെ API കോസ്റ്റ് ഉണ്ടെന്നുള്ള രീതിയിൽ. ഇത് വാട്സപ്പ് കഴിഞ്ഞ 3-4 വർഷമായിട്ട് മാറ്റിക്കൊണ്ടേ നിൽക്കുകയാണ്. പണ്ടൊരു കോൺവെർസേഷൻ വിൻഡോ സംഭവം ഉണ്ടായിരുന്നു. 24 hours ഒരു ടെംപ്ലേറ്റ് അയച്ചിട്ട് അടുത്ത 24 hours പിന്നെ എന്ത് അയച്ചു കഴിഞ്ഞാലും ഫ്രീ ആയിരുന്നു. അതിന് മുന്നേ ബേസിക്കലി ഇനീഷ്യലി ഉണ്ടായിരുന്നത് ഓരോ മെസ്സേജിനും അങ്ങോട്ട് അയക്കുന്ന മെസ്സേജിന് റിപ്ലൈ കിട്ടുന്ന മെസ്സേജിനൊക്കെ ക്യാഷ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറ്റി ഓരോ വർഷവും പുതിയ കാര്യങ്ങൾ ചെയ്യാം. നമ്മുടെ പ്രൊഡക്റ്റിനകത്തും ഇങ്ങനത്തെ അപ്ഡേറ്റ് എന്നും കൊണ്ടുവരിക എന്നുള്ളത് നമുക്ക് ഒരു ചലഞ്ചിങ് ആണ്. പ്രൈസിങ്ങിന്റെ കേസിൽ അവരുടെ ഗൈഡ് ലൈൻസിനനുസരിച്ച് നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കണം. തീർച്ചയായിട്ടും.